ശ്രീധർ ഇതിലെ കുട്ടിയല്ലേ? ഡോക്ടർ കുട്ടി എന്റെ നാട്ടിലെത്തി. ഞാൻ ഇന്നലെ വന്നു. സുഖമാണോ? ആ മോളെ, ഇങ്ങനെ പോകുന്നു. കല്യാണം ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. എനിക്ക് 1 മാസത്തെ ലീവ് കാണുള്ളൂ, അതിനുള്ളിൽ കാണും. അപ്പോ അധികം സമയമില്ലല്ലേ? അതേ മുത്തശ്ശി. ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ അവൾ വീട്ടിലെത്തി. ഇതാണ് സൂര്യഗായത്രിയുടെ വീട്. ഒറ്റ മോളാണ്. അമ്മ ദേവി, ഒരു പാവം വീട്ടമ്മ. ഇതാണ് അവളുടെ അച്ഛൻ രവി. അച്ഛൻ ബിസിനസ്സുകാരനാണ്. പിന്നെ നമ്മൾക്ക് സൂര്യ എന്ന് വിളിക്കാം. അടുപ്പമുള്ളവർ അവളെ അങ്ങനെയാണ് വിളിക്കുന്നത്. അമ്മ എവിടെയാ? ഞാനിവിടെ ഉണ്ട്, അടുക്കളയില്. കൊച്ചനെ ഇങ്ങോട്ട് പോര്. ആ വരണം. എന്തിനാടി ഇങ്ങനെ കിടന്ന് കീറുന്നേ? അമ്പലത്തിൽ നിന്ന് എത്തിയെന്ന് അയലത്തുള്ളവരെ മൊത്തം നിനക്ക് അറിയിക്കണം. ഒന്ന് പോവമ്മേ. അതിരിക്കട്ടെ, എന്തോ കഴിക്കാൻ? ദോശയും സാമ്പാറും ഉണ്ട്. കൈ കഴുകി വാ, കഴിക്കാം. എന്നാ എനിക്ക് ചൂടോടെ ചുട്ടതാ. അങ്ങനെ അവൾ ഭക്ഷണം കഴിച്ചു, കൈ കഴുകി. അപ്പോഴേക്കും അവളുടെ അച്ഛനെത്തി. സൂര്യ, എന്താ അച്ഛാ? മോളെ, നാളെ അവര് വരും, പയ്യന്റെ വീട്ടിന്നെ. ഓൾറെഡി നമ്മളെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ. അവര് നിന്നെ കണ്ടിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നാളെ ഇങ്ങെത്തുന്നാ പറഞ്ഞേക്കുന്നത്. നീ പയ്യന്റെ ഫോട്ടോ കണ്ടതല്ലേ? ആ അച്ഛാ, ഡേവിഡ് അയച്ചു തന്നായിരുന്നു. ആ, അവരാണല്ലോ ഈ പ്രൊപ്പോസൽ കൊണ്ടുവന്നത് തന്നെ. എന്നാ ശരി, അച്ഛൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി വരാം. നാളത്തേക്ക് അവര് വരുമ്പോ നമുക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. ശരി അച്ഛാ. അങ്ങനെ അവൾ റൂമിലെത്തി, ഫോൺ എടുത്തു. എന്താടി പോത്തെ ഈ സമയത്ത്? ഈ രാവിലെ അമ്പലത്തിൽ പോണെന്നൊക്കെ പറഞ്ഞിട്ട് പോയോ? അതൊക്കെ പോയേടി. അതൊന്നുമല്ല, നാളെ അവരെന്നെ കാണാൻ വരുന്നെന്ന് ഇന്ന് രാവിലെ അച്ഛൻ പറയുന്ന കേട്ട്. ആര്? ചെക്കന്റെ വീട്ടിൽ നിന്ന്. ഓ, നിന്റെ ആളുടെ കോപ്പാണ് എടി. ഞാനൊന്ന് നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. നാളെ നീ ഒന്നിങ്ങോട്ട് വരുമോ? എനിക്കാണ് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ എന്തോ ഒരു പേടി. ആ, നോക്കട്ടെ. നോക്കിയാ പോരാ, എത്താം. ഓ ശരി സാർ. ആ എന്നാ ശരി, എന്റെ മോള് കിടന്നു തുടങ്ങിക്കും. സൂര്യമോളെ, ഓ എത്തിയോ? വിച്ചുമോള് വന്നോ? ഞാൻ കരുതി ലേറ്റ് ആകുന്നു. അതിന് ഇവളൊരു സമാധാനം തരണ്ടേ അമ്മേ? ഡി, പിന്നെ കാര്യങ്ങളൊക്കെ നിനക്ക് പിന്നെ പറയാം. നീ ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കിത്താ. ആ ശരിയടാ, ഞാൻ എന്താ വരുക. അമ്മ, എന്നാ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോട്ടെ. ആ ശരി മോളെ, പോയി വാ. അങ്ങനെ വൈകുന്നേരമായപ്പോഴേക്കും നമ്മുടെ സൂര്യൻ കൂടെ കാണാൻ വേണ്ടിയിട്ട് അവരെത്തി. ആ വന്നാട്ടെ, ഞങ്ങൾ കുറച്ച് വൈകിയല്ലേ. അതൊന്നും സാരമില്ല. അല്ല, മോൻ വന്നില്ലേ? ഓ അതാ, ഇറങ്ങാൻ നേരത്ത് അവനൊരു ഇമ്പോർട്ടൻ്റ് കോള് വന്നു. ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞു. അവനിങ് എത്തിയേക്കാമോ? ഓ അതെയോ, എന്നാ വാ, നിങ്ങൾ കയറിയിരിക്കേ. ദേവി, എന്തുണ്ട്, സുഖമാണോ? ആ സത്യ, സുഖമായിരിക്കുന്നു. മോളെന്തേ? വിളിക്ക് മോളെ. സൂര്യ, ആഹാ, ഫോട്ടോയിലെക്കാൾ സുന്ദരിയായിട്ടുണ്ടല്ലോ നേരിട്ട് കാണാൻ. ആഹാ, എന്തേ മോള് വന്നോ? സുഖമല്ലേ നിങ്ങക്ക്?
മോൻ വരാൻ ഇത്തിരി ലേറ്റ് ആകും. നിങ്ങൾ അയർലൻഡെന്ന് വെച്ചിട്ട് കണ്ടിട്ടില്ലെന്ന് അവൻ പറഞ്ഞു. അവന് തീരെ സമയമില്ല മോളെ, അതുകൊണ്ടാ. പിന്നെ ജാക്ലിനെ അറിയില്ലേ? ജാക്ലിനാ നമുക്ക് ഈ ആലോചന കൊണ്ടുവന്നത്. എനിക്കറിയില്ലേ, നമ്മുടെ ഡേവിഡിന്റെ ഭാര്യ. ആ അറിയാം, ഡേവിഡ് മോളുടെ കൊളീഗാണ്, കൂടാണ്ട് നല്ലൊരു ഫ്രണ്ടുമാ. ഇതേതാ ഈ കുട്ടി? ഇത് സൂര്യമോളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, കുട്ടിക്കാലം തൊട്ടേ ഒന്നിച്ച. ഹലോ അങ്കിള്, മോളും അവിടെ തന്നെയാണോ? അതെ ആന്റി, ഞങ്ങൾ ഒന്നിച്ച താമസമൊക്കെ. ആ മോൻ വന്നല്ലോ. ஆத்தாடி ஆடு மேய்க்க ராசா வந்து